പാലക്കാട്ടിലെ ബി.ജെ.പി. നേതാവ് കൃഷ്ണകുമാറിനെതിരെ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കമുള്ള ചാനലുകളുടെ ബ്രേക്കിംഗ് വാർത്ത ഈ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഒരു സ്ത്രീ ആണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. തന്നെ ഉപദ്രവിച്ചു എന്ന രൂപത്തിലാണ് ഈ പരാതി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിലിലേക്കാണ് ഈ പരാതി അയച്ചിരിക്കുന്നത്. ഈ മെയിലിന് അദ്ദേഹം മറുപടിയും കൊടുത്തിട്ടുണ്ട്. നേരത്തെയും ഇത് സംബന്ധിച്ച് എം.ടി. രമേശ് അടക്കമുള്ള നേതാക്കന്മാർക്കും RSS നേതാവ് ഗോപാലൻകുട്ടി അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. എന്തായാലും ഈ പരാതി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിന് പിന്നാലെ രാഹുലിനെതിരെ സമരം നയിച്ചത് ഈ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇത്തരമൊരു കേസിൽ ഉൾപ്പെട്ടു എന്നത് ഏറെ ഗൗരവകരമായ കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വിശദീകരിക്കുകയും കുടുംബ വഴക്കിൻ്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ ഇത്തരമൊരു പരാതി ഉയർന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വാദമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് പോലീസും കോടതിയുമെല്ലാമാണ്. പക്ഷേ ബി.ജെ.പി. പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു. കാരണം ബി.ജെ.പിക്ക് ഏറെ ശക്തിയുള്ള ബി.ജെ.പിയുടെ ഒരു A-ക്ലാസ് മണ്ഡലമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു നേതാവ്, അദ്ദേഹത്തെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളും മത്സരിക്കുന്ന നേതാവായ കൃഷ്ണകുമാറിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം ബി.ജെ.പിക്കുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടത്തുന്ന യുവമോർച്ചക്കാരും മഹിളാ മോർച്ചക്കാരുമെല്ലാം കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. എന്തായാലും വാർത്താമാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രൊഫൈലുകളും CPM പ്രൊഫൈലുകളുമെല്ലാം വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഈ കൃഷ്ണകുമാറിനെതിരെ നടത്തുന്നത്. അതിന്റെ മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് എത്രത്തോളം സത്യമാണ് എന്നത് കണ്ടറിയാനുള്ളത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഉറങ്ങി തുള്ളിയ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് കണ്ടറിയേണ്ടത്. ഒരു സ്ത്രീപീഡന വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം തലസ്ഥാനത്ത് സംരക്ഷിക്കുമോ അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമോ എന്നതിൻ്റെ വ്യക്തത വരുത്തേണ്ടത് രാജീവ് ചന്ദ്രശേഖരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛന് അസുഖം വന്നതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ കേരളത്തിലില്ല, ബംഗളൂരുവിൽ അച്ഛൻ്റെ അടുത്താണുള്ളതെന്നാണ്. എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നാൽ ഈ വിഷയത്തിൽ നടപടിയെടുക്കാമെന്നാണ് ഈ സ്ത്രീയുടെ മെയിലിന് പരാതിക്ക് അദ്ദേഹം മറുപടി നൽകിയത്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തിയാൽ ഈ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിച്ച് ഈ കൃഷ്ണകുമാറിനെ എതിരെ സംഘടനാപരമായ നടപടി സ്വീകരിക്കുമോ? നേരത്തെ ധാർമ്മികതയുടെ എല്ലാം പേര് പറഞ്ഞ് നാഴികക്ക് 40 വട്ടം റോഡരികിലെല്ലാം നാലും കൂടിയ നാൽക്കവലകളിൽ പ്രസംഗിക്കുന്ന ബി.ജെ.പിക്ക് ഈ കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിൽ സംഘടനാപരമായി എന്ത് നടപടി സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖരും മഹിളാ മോർച്ചയും യുവമോർച്ചയും എല്ലാം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ, കൃഷ്ണകുമാറിനെ മാറ്റി നിർത്താൻ തയ്യാറാകുമോ എന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. ധാർമ്മികത എന്ന പേര് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്യുന്ന ബി.ജെ.പി. വലിയ ഒരു അങ്കലാപ്പിൽ പെട്ടിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ചില കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. തൻ്റെ കയ്യിൽ ചില രേഖകളുണ്ട്, അത് നിർണായക സമയത്ത് പുറത്തുവിടുമെന്ന്. അതിൻ്റെ ചുവട് പിടിച്ചാണോ ഈ വാർത്ത പുറത്തു വന്നതെന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് V.D. സതീശനാണ്. പക്ഷേ ഇത്തരമൊരു ആരോപണം കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് എല്ലാവർക്കും സുപരിചിതനായ കൃഷ്ണകുമാറിനെതിരെ ഒരു ആരോപണം വന്നൊരു പശ്ചാത്തലത്തിൽ ഇതിൽ അഗ്നിശുദ്ധി വരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അതിനൊപ്പം തന്നെ 2 ദിവസം മുമ്പ് കോൺഗ്രസിലെ ഒരു നേതാവിനെതിരെ സമാനപരമായ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയും തെരുവുകളിൽ സമരം ചെയ്യുകയും ചെയ്ത ബി.ജെ.പി. ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതാണ് നമുക്ക് കണ്ടറിയാനുള്ളത്. ധാർമ്മികതയുടെ പേര് പറഞ്ഞ് സമരം ചെയ്ത ബി.ജെ.പിക്കാർക്ക് സ്വന്തം പാർട്ടി നേതാവിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ അത് മറച്ചുവെക്കാൻ കഴിയുമെന്നതാണ് പൊതുജനം ചോദിക്കുന്നത്. സ്വാഭാവികമായും കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് സമരം ചെയ്യുന്ന ബി.ജെ.പിക്കാർക്ക് എങ്ങനെ ഇനി സമരം ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉന്നയിക്കുന്നത്. ചാനൽ ചർച്ചകളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പി. നേതാക്കന്മാർ വന്നു പറഞ്ഞത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാണ്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഇനി എങ്ങനെ ചാനൽ ചർച്ചകളിൽ അവർക്ക് വന്ന് പറയാൻ കഴിയും? പൊതുസമൂഹത്തിന് മുന്നിൽ എങ്ങനെ പറയാൻ കഴിയും? കാരണം തങ്ങളുടെ ഒരു സംസ്ഥാന നേതാവിനെതിരെയാണ് ഒരു സ്ത്രീ ഇത്തരത്തിൽ പരാതി നൽകിയത്. ആ സ്ത്രീ നൽകിയ പരാതിക്ക് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കോർ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്താൻ ബി.ജെ.പി. തയ്യാറാകണം. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പി. അതിന് തയ്യാറാകുമെന്നത് നമുക്ക് കണ്ടറിയണം. കാരണം ബി.ജെ.പിയും പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഇത്തരത്തിൽ ഒരു അടി അവർ പ്രതീക്ഷിച്ചിരുന്ന. കാരണം വലിയ തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൃഷ്ണകുമാറിൻ്റെ ബന്ധുവാണ് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയാണ്. നേരത്തെയും കൃഷ്ണകുമാറിനെതിരെ സ്വത്ത് സംബന്ധിച്ച ചില പരാതികളുണ്ടായിരുന്നു. അന്ന് ഈ കേസ് വന്നപ്പോൾ പീഡന ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ആരോപണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ ആരോപണത്തിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരേണ്ടത് കൃഷ്ണകുമാറിന്റെ ആവശ്യമാണ്. പക്ഷേ അതിലെല്ലാം തന്നെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരേണ്ടതെല്ലാം കോടതിയിലും തെളിവുകളും നിരത്തിയിട്ടാണ്. പക്ഷേ BJP ധാർമ്മിക ഉത്തരവാദിത്തം പറഞ്ഞ് അല്ലെങ്കിൽ ധാർമ്മികത പറഞ്ഞ് കോൺഗ്രസിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അധിക്ഷേപം ഉന്നയിച്ച BJPക്ക് അഗ്നിശുദ്ധിയുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികതയുണ്ടോ എന്നെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കാരണം രാജീവ് ചന്ദ്രശേഖരൻ മറുപടി പറയണം, ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം, BJPയുടെ നേതാക്കന്മാരെല്ലാം മറുപടി പറയണം. മഹിളാ മോർച്ചയുടെ നേതാവ്, അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ പ്രശസ്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മഹിളാ മോർച്ചയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറഞ്ഞാൽ ആ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ഇപ്പോൾ രാജി ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിൻ്റെതാണ്. കാരണം ഒരു സ്ത്രീയുടെ ബന്ധുവായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു സ്ത്രീക്കെതിരെ ഇത്തരം അതിക്രമം നടന്നെന്ന് അവർ BJP സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും ആ പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയാനുള്ള ബാധ്യത ഇനി രാജീവ് ചന്ദ്രശേഖരനുണ്ട്, മഹിളാ മോർച്ചയ്ക്കുണ്ട്. മഹിളാ മോർച്ച നാളെ ഈ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലേക്ക് കോഴിയെയും വെച്ച് മാർച്ച് നടത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. മഹിളാ മോർച്ചയെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികത ഉണ്ടെങ്കിൽ അവർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്ത് MLA-ക്കെതിരെ അവർ സമരം നടത്തിയത് അത് എന്തെങ്കിലും നിലപാടിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അവർ സമരം നടത്തണം. സമാനമായ സമരം ഈ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലേക്ക് നടത്തണം. കൃഷ്ണകുമാറിനെ BJP സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് അവർ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടണം. അതിനുള്ള ത്രാണിയും ശക്തിയും മഹിളാ മോർച്ചയ്ക്കുണ്ടോ എന്ന് നമുക്ക് കണ്ടറിയണം.